ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതം. അങ്ങനെ 89 സങ്കീർത്തനത്തിൽ 21 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്റെ ഭുജം നിന്നോടുകൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം നിന്നെ ബലപ്പെടുത്തും. ദാവീദിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. ദൈവത്തിന്റെ പൈതലേ, തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നു, മോശയുടെ വലങ്കരത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം, അതായത് ആരംഭത്തിൽ സകലത്തെയും സൃഷ്ടിച്ചു, മനുഷ്യനെ തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ചു. അതേ കരം മോശയുടെ വലങ്കരത്തിലൊന്ന് വെച്ചപ്പോൾ ആ പ്രകൃതിയുടെ ഒരു നിയമത്തെ ദൈവം ആ മോശ ആമീൻ വിശ്വാസത്തോട് മാറ്റിമറിക്കുവാൻ്റെ കൊണ്ടിവിടെയായി ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു. അലറിയെടുത്തു നിന്ന കടൽ വെള്ളത്തെ, അതിന്റെ ഗ്രാവിറ്റിയുടെ കണക്കുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് അതിന്റെ സകലവിധമായ ശാസ്ത്രീയ തത്വങ്ങളെയും ചിതറിപ്പിച്ചുകൊണ്ട് രണ്ട് മതിലായി ആ വെള്ളത്തെ നിർത്തുകയും അതിൻ്റെ ഉള്ളിൽ ജനത്തിന് കടന്നു പോകുവാൻ അത്ഭുതത്തിന്റെ പാത ഒരുക്കുകയും ചെയ്യത്തക്കവണ്ണം മോശയുടെ ബലഹീന കരുത്ത് ദൈവത്തിന്റെ ബലമുള്ള കരം വെച്ചു. ദൈവത്തിന്റെ പൈതൽ, നിനക്ക് ബലമുള്ള കരം ഉണ്ടായിരിക്കുകയില്ല. നിന്റെ ഭുജം ഒരു പക്ഷേ ബലഹീനമായിരിക്കാം, പക്ഷെ നിന്റെ ഭുജത്തിന്മേൽ വെക്കുന്ന നീ ദൈവത്തിന് അഭിഷിക്തയായതുകൊണ്ട് നിന്റെ മേൽ ദൈവം വെക്കുന്ന ഈ കരത്തിന്റെ വല്ലഭത്വം വളരെ വലുതാണ്. ദാവീദിനെ ഒന്ന് നോക്കുക. ഫെലിസ്ത്യരുടെ അഭിമാന സ്തംഭമായിരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരെ തച്ചു തകർത്ത് അവരുടെ ചോര വീഴ്ത്തിയ ഫെലിസ്ത്യ മല്ലനല്ലേ, ഫെലിസ്ത്യരുടെ അഭിമാന സ്തംഭമായിരുന്ന, അല്ലെങ്കിൽ ഒരു വലിയ സൈന്യത്തിന്റെ ശക്തിയായിരുന്ന ഈ ഫെലിസ്ത്യ മല്ലനെ തോട്ടിൽ കിടന്ന ഒരു കുഞ്ഞു കല്ലെടുത്തിട്ട് അവന്റെ തെറ്റാലിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അവനവനെ തകർത്തുകളെ. എന്തിനീ കുഞ്ഞു കല്ല് അവനെടുത്തു? കാരണം അവനറിയാം, എന്റെ ബലഹീന ഭുജത്തിന്മേൽ വെക്കുന്ന ഒരു ബലമുള്ള ഭുജം എന്നോടുകൂടെ സ്ഥിരമായിരിക്കും. ഈ ഭുജം എന്റെ ഭുജത്തിന്മേൽ വെച്ചത് കൊണ്ടാണ് എനിക്കെതിരെ വന്ന, അല്ലെ ആടുകളെ പിടിച്ചുകൊണ്ടുപോവാൻ വന്ന കരടിയെയും സിംഹത്തെയും എനിക്ക് കീറിക്കളയുവാനുള്ള ബലം ലഭിപ്പാനുള്ള കാരണം ഈ ശക്തിയുള്ള ഭുജം എന്റെ കരത്തിന്മേൽ വെച്ചത് കൊണ്ട്. ദൈവത്തിന്റെ പൈതലേ, ദാവീദിനോട് പറയുന്നു, ദൈവം എന്റെ ഭുജം നിന്നോടുകൂടെ സ്ഥിരമായിരിക്കും. പ്രഭാത സമയത്ത് ദൈവം നിന്നോട് പറയുന്നു, എന്റെ കരം നിന്നോടുകൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ പൈതൽ, നിനക്ക് ബലഹീനത ഉണ്ടാകാം, നിന്റെ ഭുജം ബലമറ്റതാകാം, പക്ഷെ നീ വിശ്വാസത്തോടെ നിന്റെ ഭുജം ഉയർത്തി നീ എന്തിനോട് കൽപ്പിക്കുന്ന മാത്രമേ തന്നെ ദൈവത്തിന്റെ അതിശക്തിയുള്ള ഭുജം നിന്റെ ഭുജത്തിന്മേൽ വെച്ചിട്ട് സ്വത്രം നീ എന്താണ് പ്രാർത്ഥിക്കുന്നത്, നീ എന്താണ് കൽപ്പിക്കുന്നത്, അതേ നിമിഷം തന്നെ സംഭവിപ്പാൻ കൊണ്ടുവിടുക. അതാണ് കർത്താവ് പറഞ്ഞത്. വിശ്വസിച്ചുകൊണ്ട് സ്വത്രം കാട്ടത്തിയോട് കടലിൽ പോകുവാൻ പറഞ്ഞ നിശ്ചയമായും അത് പോകുമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സ്വത്രം വിശ്വാസത്തിന്റെ വാക്കുകൾ കരമുയർത്തി കൽപ്പിപ്പാൻ കൊണ്ടും നിന്റെ കരം ബലഹീനമെന്ന് നിനക്ക് വ്യക്തതയുണ്ട്. പക്ഷെ നിന്റെ കരത്തിന് മേൽ വെക്കുന്ന ശക്തിയുള്ള കരം ദൈവത്തിന്റെ ബലമുള്ള കരമാണ്.